I'm going to win. Steady. Go. ആൾക്ക് മേടിച്ച മറ്റേ സ്കൂട്ടർ എന്നാണ് ഇവിടെ പറയുന്നത് സാധനം. അപ്പോൾ കാലിനൊക്കെ ഒന്ന് ബലം വരട്ടെ ആദ്യമേ, അത് മറ്റേ സൈക്കിളിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ അത് കാരണം മേടിച്ച ഐറ്റമാണ്. കൊള്ളാം. കുറേ ആൾ വെച്ച് പിടിപ്പിക്കേണ്ട. നമ്മൾ വിചാരിക്കും ഇത് സീനാണ് ഓടിക്കാനെന്നൊക്കെ, പക്ഷേ പിള്ളേർക്ക് അത് നൈസാണ്. ഇത് കണ്ടോ, പറക്കുവാണ് അത്. ഇത് ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഇവരപ്പോൾ ചുമ്മാ എനിക്കിന്ന് ഓഫീസ് ഡേ ആയിരുന്നു, അപ്പോൾ ഇന്നൊരു സണ്ണി ഡേ ആണ്. അപ്പോൾ ഇവരപ്പോൾ ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പതിയെ നടന്നു പോകാനുള്ള പ്ലാനാണ്. 48 മിനിറ്റ് നടക്കാനുണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് പാർക്കുകൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഓരോ പാർക്കുകൾ ഇങ്ങനെ കയറി പോകാനുള്ള പരിപാടിയാണ്. യാ യു വിൻ. ഒളിമ്പിക്സ് ഇവിടെ വെച്ചാണ് നടന്നത്. അപ്പോൾ ക്യൂൻ ഒളിമ്പിക്സ് പാർക്കിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. റിവർ സൈഡ് 2012 ഒളിമ്പിക്സ് നടന്നതിൻ്റെ ആ ഒരു സംഭവമാണ്. ഫോട്ടോക്കെ ക്യൂൻ ഒളിമ്പിക്സ് പാർക്കാണത്. പിന്നെ അത് സ്ട്രാറ്റ്ഫോർഡ്. ഈ ഭാഗത്തോടെ ആയിട്ടാണ് എൻ്റെ ഓഫീസ്. ഇത് സൈക്ലിങ്ങിൻ്റെ ട്രാക്കാണ്. അതായത് നമ്മൾ മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ഒളിമ്പിക്സിൻ്റെ സൈക്കിളൊക്കെ ഇങ്ങനെ മറ്റേ കറങ്ങി പോണ ട്രാക്ക്. ആ ട്രാക്കാണിത്. ഇങ്ങനെ കയറ്റി വെക്കണം. ആ ശരിക്കും പുഷ് ചെയ്ത് കയറ്റി വെക്കണം. ആ കയറ്റി വെക്കാൻ വേണ്ട, പോണേണ്ട. ആർ യു എൻജോയിങ്? ദിസ് സൈഡ് വാലി വെലോ പാർക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ട് അടിച്ചു ഇങ്ങനെ ഇറങ്ങി വന്നു. നൈസ്, കൊള്ളാം. ഞാനെൻ്റെ ഓഫീസ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ പാർക്കിൽ കയറി ഇനി ഇവിടെ നിന്ന് ഈ ഏരിയ നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് ആ റിവർ, ഇപ്പോൾ ഞാൻ കാണിച്ച റിവർ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ പാർക്കിൽ കയറണം, ഇവിടെ നിന്ന് ഈ പാർക്കിൽ കയറണം, പിന്നെ നേരെ വീട്ടിലെത്തും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇത് വാക്ക് വേ ആണ്. ഇവിടെ മൗണ്ടൻ ബൈക്ക് ക്രോസിംഗ് എന്നൊക്കെ സിഗ്നൽ വെച്ചിട്ടുണ്ട്. സൈക്കിൾ റൂട്ടാണ്. ഈ റൂട്ടാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. ഇവിടെ സ്പീഡ് ട്രാക്ക് ഉണ്ട്. മൗണ്ടൻ ബൈക്ക് ഇങ്ങനെയാണ് ചാടി വരുമെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി. എങ്ങനെയുണ്ട്? നൈസ് ആൻഡ് ശാന്തിയല്ലേ. ഇത് തൊട്ടടുത്തുള്ള ഡ്രേപ്പേഴ്സ് ഫീൽഡിൽ നിന്നുള്ള ഫോൺ വഴിക്കാനുള്ള പാർക്കാണ്. ഇവിടെയൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള പിള്ളേരാണ്. ഇതുണ്ടോ, ഈ സ്ലൈഡിൻ്റെ ഒക്കെ ബിൽഡ് കണ്ടോ. പിള്ളേർ പണിയെടുത്ത് കയറണം. പണിയെടുത്ത് കയറിയാലേ ഇതിൽ കൂടെ ഇങ്ങനെ ഊർന്ന് വരാൻ പറ്റുള്ളൂ. ഒരാൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കയറാൻ. നോക്കാം നടപടിയാവുമെന്ന്. ട്രൈ യു ക്യാൻ. പിള്ളേരൊക്കെ അടിച്ചു കയറി പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ആൾ കയറുന്നുണ്ട്. മേള് വരെ കയറാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. നോക്കാം. ഹൈറ്റ് ഉണ്ട് സാധനത്തിന് ഇച്ചിരി. അതാണ് ഇച്ചിരി ഇപ്പോൾ കയറി അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യു ഹാവ് ടു വാച്ച് യുവർ സ്റ്റെപ്പ്. ഓക്കെ, അങ്ങോട്ട്. അവസാനം ആൾ ഫൈനലി മേളിലെത്തിയിട്ടുണ്ട്. ഇത് താഴത്തേക്ക് കൊണ്ടു തന്നെ കാണിച്ചു തരാം. അത്രയും പണിയെടുത്തതിൻ്റെ ആ ഒരു ബലമാണ് കിട്ടുന്നത്. മനസ്സിലാകുക. അപ്പോൾ പിള്ളേർ ഹാപ്പിയാണ്. ഇങ്ങനെ കയറി മേളിലെത്തിയിട്ട് വേണം ഇങ്ങനെ ഇറങ്ങാൻ. കഷ്ടപ്പാടുണ്ട്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. പിന്നെ ആൾക്ക് പേടിയാണ്. എന്നാലും സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ എത്താനുള്ള പരിപാടിയാണ്. നടന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ. നമ്മളെല്ലാ കാര്യം അങ്ങനെയാണല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിലല്ലേ എല്ലാവരും ആൾ കയറി. പക്ഷെ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നത്. കേട്ടോ, ഇതാണ് ഷോർട്ട് കട്ട്. ലൈഫ് ഇതുപോലെ തന്നെയല്ലേ. കുറച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യം നമ്മൾ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ് ഇത്. പക്ഷെ ഇങ്ങനെ പോകും. ഇങ്ങോട്ടൊക്കെ പോലെട്ടി കട്ടപ്പണിയെടുപ്പാണ്. ഇതുണ്ടോ, കട്ടപ്പണിയാണ് പിള്ളേരുടെ ഒരു കാര്യം. പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക്. അപ്പോൾ വേറെ ഒന്നുമില്ല. ബൈ.